പ്രക്ഷോഭ പരിപാടി കഴിഞ്ഞ ഉടൻ തന്നെ ഒരു വിജ്ഞാപനം പുറത്തിറങ്ങിയതായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ വിജ്ഞാപനത്തിൽ എന്താണ് ഉൾക്കൊള്ളിച്ചത്, അല്ലെങ്കിൽ കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് എന്തുമാത്രം അവകാശങ്ങളും അവർക്ക് ആനുകൂല്യങ്ങളും ഉണ്ട് എന്നുള്ളത് ആ വിജ്ഞാപനം പഠിക്കുമ്പോൾ നമുക്കറിയാം. KPHA എന്ന സംഘടന 2013 വിജ്ഞാപനം റദ്ദാക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ പോവുകയും 2018 ഒരു വിജ്ഞാപനം വന്നപ്പോൾ അതിനും സ്റ്റേ ചെയ്യാൻ അവർ ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. എന്നാൽ ഈ 2026 വന്ന വിജ്ഞാപനവും അതിനുവേണ്ടി അവർ തയ്യാറെടുക്കുകയാണ് സ്റ്റേ ചെയ്യാൻ. പിന്നെ എന്ത് നീതിയാണ് ഈ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന നമ്മൾ നേഴ്സുമാർക്ക് എന്ത് നീതി കിട്ടുമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സമരം, നമ്മുടെ പ്രക്ഷോഭം നമ്മൾ തെരുവിലേക്കാക്കിയത്. ആദ്യം നമ്മൾ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചു. ആ സംസാരത്തിൽ ഒന്നും അവർ നമ്മോടുകൂടെ ഒരു പരിഗണന, ഒരു മാനുഷിക പരിഗണന, കഴിഞ്ഞ 20-25 വർഷമായി ജോലി ചെയ്യുന്ന നേഴ്സുമാരുണ്ട് ഇവിടെ, അല്ലെങ്കിൽ 10 വർഷമായിട്ട് ജോലി ചെയ്യുന്ന നേഴ്സുമാരുണ്ട്, 5 വർഷമായിട്ട് ജോലി ചെയ്യുന്ന നേഴ്സുമാരുണ്ട്. എത്ര എന്നായിരിക്കട്ടെ, ഒരു അനുകമ്പ അല്ലെങ്കിൽ ഒരു അനുഭാവം ഇവിടെ ജോലി ചെയ്യുന്ന നേഴ്സുമാരോട് കാണിക്കാത്ത ഒരു മാനേജ്മെൻറ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ലേബർ ഓഫീസിൽ ഒരു ചർച്ച വിളിച്ചപ്പോൾ അവർക്ക് കുറേ നിയമങ്ങൾ മാത്രം അവിടെ പറയാനുള്ളൂ. ബാക്കി പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ ഹോസ്പിറ്റലുകളും ഇന്നലെ വരെ ഞങ്ങൾ എല്ലായിടത്തും പോയി ചർച്ച നടത്തി. 32,400 മുതൽ ഏകദേശം 4 ലക്ഷത്തിൽ മേൽ സാലറി മേടിക്കുന്ന നേഴ്സുമാർ ഇന്ന് ഈ കൂട്ടത്തിൽ നിൽപ്പുണ്ട്. എന്നുകൊണ്ട് ഇന്നത്തെ ജീവിത സാഹചര്യവും അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന പ്രയാസങ്ങൾ, നിത്യോപക സാധനങ്ങളുടെ വിലക്കയറ്റം, പെട്രോൾ, അതും അങ്ങനെ നിരവധി കാര്യങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫീസ്, മറ്റ് കാര്യങ്ങൾ എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഇന്ന് കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ട് ഒരു കുടുംബം കഴിയത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അടിമകളായിരുന്നു. ആ അടിമത്തത്തിൽ നിന്നും വിമോചനം പ്രാപിച്ച് നമ്മൾ പോരാടുമ്പോൾ അതിനെ എതിർക്കുവാൻ വേണ്ടിയാണ് ഈ മാനേജ്മെൻറ്റുകൾ, കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾ തയ്യാറാവുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം പരുമലയിൽ നിങ്ങൾ കണ്ടില്ലേ, ബാവാ തിരുമേനി ഡയറക്റ്റ് പറഞ്ഞത് ഒരു നേഴ്സ് പോലും തെരുവിലിറങ്ങരുത്, എൻ്റെ ഒരു കുഞ്ഞുങ്ങൾ പോലും തെരുവിലിറങ്ങാൻ പാടില്ല, അതുപോലെ അവരെ ചേർത്ത് നിർത്തണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ബാവാ തിരുമേനി ആ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്ത് അവിടുത്തെ നേഴ്സുമാരെ ചേർത്ത് നിർത്തിയത്. അതായിരിക്കണം സ്നേഹം. ജോലി ചെയ്യുന്ന ജീവനക്കാരെ ചേർത്ത് നിർത്തുമ്പോൾ മാത്രമേ ആ ആശുപത്രിയായാലും ആശുപത്രിയുടെ ചുറ്റുപാടുകളായാലും ആ സമൂഹമായാലും എല്ലാം മെച്ചപ്പെട്ട രീതിയിൽ വരികയുള്ളൂ. ഇന്ന് മലങ്കര സഭ ഒരു സർക്കുലർ ഇറക്കിയതായിട്ട് എനിക്ക് അറിയാൻ സാധിച്ചു. ഇതുകൊണ്ട് ഇവിടുത്തെ ഈ സഭയിലെ കുടുംബങ്ങൾ പോലും ഇത്ര അധികം ഒരു ശമ്പള പരിഷ്കരണം നടത്തിയാൽ അവർക്ക് ചികിത്സ പോലും ലഭിക്കാതെ, അല്ലെങ്കിൽ ചികിത്സ കിട്ടാതെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ ചോദിക്കുന്നു, ഈ മലങ്കര സഭയിലെ കുഞ്ഞുങ്ങളല്ലേ ഇവിടെ തെരുവിലിരിക്കുന്നത്? ആ കുഞ്ഞുങ്ങൾക്ക് മാന്യമായ വേതന നിരക്ക് നൽകിയാൽ അവരുടെ കുടുംബങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കുണ്ടാവുന്നത്? ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട്. അവരുടെ കുടുംബങ്ങൾ പട്ടിണിയാണ്, അല്ലെങ്കിൽ അവർക്ക് നിവൃത്തിയില്ല എന്നുള്ള ബോധം ഇവിടുത്തെ മത മേലധ്യക്ഷന്മാർക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഈ സർക്കുലർ ഇറക്കിയവർക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ് ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആരോടാണ് നിങ്ങൾ പൊരുതുന്നത്, ആരോടാണ് നിങ്ങൾ കയർത്ത് നിൽക്കുന്നത്? ഇവിടെ പ്രതികാര നടപടിയോ പ്രതിഷേധമോ ഒന്നുമല്ല. നമ്മൾ ആരെയും തോൽപ്പിക്കാനോ ആരെയും അടിച്ചമർത്താനോ അല്ല. മാന്യമായ വേതനം, തുല്യ ജോലിക്ക് തുല്യ വേതനം. നിങ്ങൾക്കറിയാം, 2016 സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ ഒരു കമ്മീഷൻ നിയോഗിച്ചിരുന്നു, ജഗദീഷ് പ്രസാദ് കമ്മിറ്റി. ആ ജഗദീഷ് പ്രസാദ് കമ്മിറ്റി പറഞ്ഞ ഒരേ ഒരു വാക്ക്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ വേതനം. അന്ന് മുതൽ നമ്മൾ തുടങ്ങിയതാണ് ഈ പ്രക്ഷോഭം. പക്ഷേ നാളിതുവരെയായിട്ട് മണമാളികൾ കെട്ടിപ്പൊക്കുന്നുണ്ട്, അല്ലെങ്കിൽ 10-15 നിലകൾ കെട്ടിപ്പൊക്കുന്നുണ്ട്. നമ്മളെപ്പോൾ ചെന്നാലും എല്ലാം ലോണാണ്, ഒരു നിവൃത്തിയുമില്ല. ഇവിടുത്തെ ഡോക്ടർമാർക്ക് കൊടുക്കാൻ പൈസയില്ല, ഇവിടുത്തെ മറ്റ് ജീവനക്കാർക്ക് കൊടുക്കാൻ പൈസയില്ല, നഷ്ടത്തിലാണ്. എന്ന് ചർച്ചയ്ക്ക് ചെന്നാൽ ഇതാണ് സംഭവം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പത്തനംതിട്ട ജില്ലയിൽ പുഷ്പഗിരി മാനേജ്മെന്റ് മാത്രമാണ് ഇത്തരത്തിലൊരു ധിക്കാര നടപടിയുമായി നിങ്ങളോട് പോകുന്നത്. ഒരു അനുരഞ്ജന ചർച്ചയ്ക്ക് പോലും കഴിഞ്ഞ ദിവസം 2-3 മണിക്കൂർ ഞങ്ങൾ അവരുടെ ഒപ്പം ഇരുന്ന് ചർച്ച ചെയ്തു. ഞങ്ങൾ എല്ലാ രീതിയിലും സമവായത്തിലെത്താൻ ഞങ്ങൾ റെഡിയാണ്.
കാരണം നിങ്ങൾ ഓരോരുത്തരോടും ചോദിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ആ സമവായത്തിൽ എത്താൻ പോലും ഞങ്ങൾ തയ്യാറായിരുന്നു. എന്നാൽ നിങ്ങൾക്കറിയാം, ഇവിടെ കുറെ ആൾക്കാരുണ്ട്, നിയമപാലന്മാർ, വക്കീലന്മാർ, അവർ കുറെ നിയമങ്ങൾ അങ്ങ് കൊണ്ടുവരും. 1947 മുതൽ ഇങ്ങോട്ടുള്ള നിയമങ്ങൾ അങ്ങ് പഠിപ്പിക്കും. അവർ പറയുന്നത് 14 ദിവസം മുമ്പ് നോട്ടീസ് തന്നില്ല. കേരളത്തിൽ ഇത്രയും ആശുപത്രിയിൽ സമര പ്രക്ഷോഭ പരിപാടികൾ നടക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ മാനേജ്മെന്റുകൾ ഇത്തരത്തിലൊരു മിനിമം വേതനം കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവർക്കാർക്കും ഈ 14 ദിവസം നോട്ടീസ് കൊടുക്കാൻ ചെന്നോ? നമ്മൾ ഫെബ്രുവരി മാസം 21-ാം തീയതി നമ്മളൊരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ സമരം, ഈ കാര്യം ഇവിടെ അവസാനിച്ചില്ല എങ്കിൽ ഇത് മുന്നോട്ട് പോകും, ഇത് കണ്ടിന്യൂഷൻ ആണ്. അത് കഴിഞ്ഞ് മാർച്ച് 4-ാം തീയതി നമ്മളൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അതിലും നമ്മൾ വ്യക്തമായി പറഞ്ഞു, സെക്രട്ടേറിയറ്റ് സമരം കഴിഞ്ഞാലും ഈ ലെറ്റർ പ്രകാരം മുന്നോട്ട് പോകും. വീണ്ടും നമ്മൾ 9-ാം തീയതി മുതൽ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ലോങ് മാർച്ച് നമ്മൾ പ്രഖ്യാപിച്ചായിരുന്നു. ആ ലോങ് മാർച്ച് പ്രഖ്യാപിക്കുമ്പോൾ അന്ന് അർദ്ധരാത്രിയിൽ കേരളത്തിലെ വിവിധ മാനേജ്മെന്റുകൾ നമ്മുടെ ദേശീയ നേതൃത്വത്തെയും സംസ്ഥാന നേതൃത്വത്തെയും വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, നിങ്ങൾ ലോങ് മാർച്ച് അവസാനിപ്പിക്കണം. ആ ഒറ്റ കാര്യത്തിലാണ് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ലോങ് മാർച്ച് അവസാനിപ്പിച്ച് നമ്മൾ ജില്ലകൾ തോറും അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുകൾ തോറും ഡിമാൻഡുകൾ കൊടുത്ത് നമ്മൾ അത് തയ്യാറാവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കേരളത്തിലെ നിരവധി ഹോസ്പിറ്റൽ നിങ്ങൾ കണ്ടു കാണും. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ഫർഹാൻ സാർ പറഞ്ഞത്, ഞാൻ എൻ്റെ കുട്ടികൾക്ക് അടിസ്ഥാന ശമ്പളം 40,000 രൂപ കൊടുക്കാമെന്നാണ്. എന്തുകൊണ്ട് പറഞ്ഞ് കൊടുക്കാനില്ല? ഇവിടെ കൊടുക്കാനുണ്ട്. ഇവർ ആരോടാണ് പോരുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ 2000, 3000, 4000 രൂപയ്ക്ക് ജോലി ചെയ്ത് അടിമകളാക്കി കോടാനുകോടികൾ ഉണ്ടാക്കിയവർ. അവർ അന്ന് പറയുന്നു, ഞാൻ ശരി, ഓക്കെ, 2012-ലും 2013-ലും ജീവിത സാഹചര്യമാണോ എൻ്റെ നിങ്ങളുടെ ഇന്നത്തെ? അന്നത്തെ ജീവിത നിലവാരമാണോ ഇന്നത്തെ? അന്നത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റമാണോ ഇന്നുള്ളത്? നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് അനുദിനം ഓരോ ദിനം ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട് വരുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും മാറ്റമുണ്ടാകണം. സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്താൽ അവന് കിട്ടും 1500. നമ്മൾ ചോദിക്കുന്നത് വെറും 1333 രൂപ മാത്രം ദിവസവേതന കൂലി. നമ്മൾ ജോലി ചെയ്തിട്ടാണ് ചോദിക്കുന്നത്. ഏതൊരു മനുഷ്യന്റെയും അവന്റെ അഡ്മിറ്റ് ആകുമ്പോൾ ആ പേഷ്യന്റ് അല്ലെങ്കിൽ ആ രോഗി അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ ആ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞ് വീട്ടിൽ പോകുന്നത് വരെ നമ്മുടെ പരിചരണം ഇല്ലാതെ ഒക്കുമോ? അത്രമാത്രം നമ്മൾ പരിചരിച്ച് അവർക്ക് ശുശ്രൂഷ നൽകി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നിൽക്കുമ്പോൾ നമ്മളെ എന്തുകൊണ്ട് കാണുന്നില്ല? വെറും ധിക്കാര മനോഭാവത്തോടു കൂടിയാണ് ഈ മാനേജ്മെന്റ് കാണുന്നത്. നിങ്ങൾ സമരം അവസാനിപ്പിക്കൂ, നിങ്ങൾ അകത്ത് കയറൂ, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. കേരളത്തിൽ ഒരു മാനേജ്മെന്റും അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ സമരം അവസാനിപ്പിച്ച് അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നാളെ എന്താണ് ഉണ്ടാകുന്നത്? നിങ്ങൾക്കെതിരെ പ്രതികാര നടപടികളുണ്ടാവും. അതാണ് അവർ ചെയ്യാൻ പോകുന്നത്. അത്തരത്തിലൊരു ഭീഷണിയോ മറ്റോ ഒന്നും ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു സമവായ ചർച്ചയിലൂടെ ഇത് പരിഹരിക്കുകയാണെങ്കിൽ ഈ തെരുവിലിരിക്കുന്ന നേഴ്സുമാരുടെ കണ്ണുനീര്, അവരുടെ കുടുംബാംഗങ്ങളുടെ കണ്ണുനീര്, അല്ലെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് നിങ്ങൾ തിരിച്ചറിയാൻ സാധിക്കണം. ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. അവർക്കറിയാം, ആരോഗ്യമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആരോഗ്യമുള്ള ഒരു കുടുംബം ഉണ്ടാവും, ആരോഗ്യമുള്ള ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആരോഗ്യമുള്ള ഒരു സമൂഹം ഉണ്ടാവും, ആരോഗ്യമുള്ള ഒരു സമൂഹം ഉണ്ടെങ്കിൽ ആരോഗ്യമുള്ള ഒരു കേരളം ഉണ്ടാവും. ആ ഒരു തിരിച്ചറിവുണ്ടാവണം. അതുണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതായി വരണം. നമ്മൾ തളർന്നു പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ആരോഗ്യ മേഖല തളർന്നു പോകും. അത് അവർ മനസ്സിലാക്കണം. അതുപോലും ചിന്തിക്കാൻ അവർക്ക് കഴിയില്ല. നമ്മുടെ സേവന വേതന നിരക്കുകൾ, ലേബർ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ, ഇതിനപ്പുറം നമ്മൾ ഒന്നിച്ച് നിയമപരമായ കാര്യങ്ങളെ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അതിനും അപ്പുറമായി ഒന്നും ചോദിക്കുന്നില്ല. ഇന്നും 5000, 10000, 12000 ജോലി ചെയ്ത് ജീവിക്കുന്ന നേഴ്സുമാർ പല ഇടത്തുമുണ്ട്. നിങ്ങൾക്കറിയാം, ചുറ്റുവട്ടമുള്ള ചെറുതും വലുതുമായ ആശുപത്രികളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് അത്തരത്തിൽ അവർ പറയുന്നത്? അവരുടെ ബെഡ് കപ്പാസിറ്റി കാര്യങ്ങളെല്ലാം അവർ പറയട്ടെ, നമുക്കൊരു പ്രശ്നവുമില്ല. ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തുമാത്രം ബെഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ സ്ട്രെങ്ത് കാര്യങ്ങൾ ആനുപാതികമായുള്ള വർധനമാണ് നമ്മൾ ചോദിക്കുന്നത്. അത് മനസ്സിലാക്കുവാൻ ഇവിടുത്തെ അധികാരികൾ അല്ലെങ്കിൽ ഇവിടുത്തെ മാനേജ്മെന്റുകൾ തയ്യാറായില്ല എങ്കിൽ എന്ത് നീതിയാണ് നമുക്ക് ലഭിക്കുന്നത്? ഈ ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പോരാട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. ഈ പോരാട്ടങ്ങൾക്കൊരു അന്ത്യം കുറിക്കണമെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മാനേജ്മെന്റാണ്. ഇല്ല എങ്കിൽ ഈ സമരം ശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ നിങ്ങളെ ദ്രോഹിക്കാനോ നിങ്ങളോടുള്ള വിദ്വേഷം തീർക്കാനോ അല്ല. എന്തിന് ഞങ്ങളെ തെരുവിലിറക്കി? പത്തനംതിട്ടയിലെ ഒരു മാനേജ്മെന്റും ഒരു ജീവനക്കാരെയും തെരുവിലിറക്കിയിട്ടില്ല.
എന്തുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായി ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് നീതിയാണ് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ ഇന്നല്ല, ഇനിയുള്ള കാലങ്ങളിൽ, ഇനിയുള്ള നാളുകളിൽ ഈ മാനേജ്മെന്റിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് നീതിയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഒരു നീതി നമുക്ക് കിട്ടില്ല എന്ന ഒരു ഉറപ്പ് നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് നമ്മൾ ഇത് പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികൾ നടത്തിയത്. ഈ പ്രക്ഷോഭ പരിപാടി അത് നേതൃത്വം നൽകിയത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ്. ജില്ലാ കമ്മിറ്റി എന്തുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ചെടുത്തു? കാര്യം പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ ഹോസ്പിറ്റലുകളിലും ഒരു നിയമം അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തപ്പോൾ നിങ്ങളെ മാത്രം മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ചേർന്ന് നിന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് പത്തനംതിട്ട ജില്ലയിലെയല്ല, കേരളത്തിലെ മുഴുവൻ നേഴ്സുമാരും ഇവിടെ വരുന്ന ഒരു ദിവസത്തേക്ക് നിങ്ങൾ ഞങ്ങളെ കൊണ്ടെത്തിക്കരുത്. കാര്യം ഇന്നും നാളെയുമായി കേരളത്തിലെ മുഴുവൻ ഹോസ്പിറ്റലുകളും സമ്പൂർണ്ണമായി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവർ മുഴുവൻ ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പോലീസ് മേധാവികളെ, പോലീസ് അധികാരികളെ കൊണ്ടോ അല്ലെങ്കിൽ ഈ കയർ കെട്ടിയോ നിങ്ങൾക്ക് ഞങ്ങളെ തടുക്കാൻ സാധിക്കത്തില്ല. നിങ്ങൾ ആരോടാണ് ചെയ്യാറുള്ളത്? ബലം പ്രയോഗിക്കാൻ ഞങ്ങൾ ബലം പ്രയോഗിക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ അതിക്രമിച്ച് അകത്ത് കയറിയിട്ടില്ല. എന്തുകൊണ്ട്? നമുക്ക് അതിക്രമിച്ച് കയറാൻ അറിയാം, അറിയത്തില്ലേ? ഈ കയർ പൊട്ടിച്ച് നമുക്ക് കയറാൻ അറിയാം. സൂചി കുത്തുന്ന കൈയാണ്, സിറിഞ്ച് പിടിക്കുന്ന കൈയാണ്. അറപ്പും വെറുപ്പും മാറിയതാണ്, ചോര കണ്ട കൈകളാണിത്. നമ്മൾക്ക് ഈ കയർ പൊട്ടിച്ച് അകത്ത് കയറുന്നതിന് വലിയ പാടൊന്നുമില്ല. പക്ഷേ നമ്മളെ ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ കുടുംബാംഗങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടുണ്ടോ? നമുക്കൊരു എത്തിക്സ് ഉണ്ട്. ആ എത്തിക്സിന് അപ്പുറത്തേക്ക് നമ്മൾ കടന്നിട്ടില്ല. അത് ഭേദിക്കരുത്. ആ എത്തിക്സിനെ നിങ്ങൾ എതിർത്ത് മുന്നോട്ട് വന്നാൽ ഞങ്ങൾക്ക് ഇതിന് മുന്നോട്ട് കടക്കേണ്ടി വരും എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് നിങ്ങൾ ഒരു അന്യ ചർച്ചയിലൂടെ ഇതിനൊരു പരിഹാരം കാണുകയാണെങ്കിൽ ഇവരുടെ കുടുംബാംഗങ്ങളുടെ, മാതാപിതാക്കളുടെ, ഇവരുടെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീര് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പിതാക്കന്മാരോടും ഇവിടുത്തെ അച്ഛന്മാരോടും മറ്റ് അധികാരികളോടും എല്ലാവരോടും ഞങ്ങൾ പറയുന്നത്, ഈ കണ്ണുനീര് കാണാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞങ്ങൾ തയ്യാറാണ്. ഇല്ല എങ്കിൽ ആയിരക്കണക്കിന് നേഴ്സുമാരെ കേരളത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ശക്തമായ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രക്ഷോഭ മാർച്ച് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അടുത്തതായി നിങ്ങൾക്കറിയാം.